മാത്സ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. IMO ക്വസ്റ്റ്യനാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ വ്യക്തമായിട്ട് ക്വസ്റ്റ്യൻ കാണാൻ കഴിയും. അത് ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യം പറയാം. ഒരേ റേഡിയസ് ഉള്ള അല്ലെങ്കിൽ 5 സെന്റിമീറ്റർ വീതം റേഡിയസ് 5 സെന്റിമീറ്റർ ആരമുള്ള രണ്ട് സർക്കിൾസ്, രണ്ട് വൃത്തങ്ങൾ ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സ്ക്വയർ ഫോം ചെയ്യുന്നുണ്ട്. അതായത് ഈ ടാൻജന്റും ഈ പോയിന്റും തമ്മിൽ യോജിപ്പിച്ചിട്ട് ഒരു ടാൻജന്റ് ലൈൻ വരച്ചാൽ ഇവിടെ നമുക്ക് ചെറിയൊരു സ്ക്വയർ കിട്ടും. ആ സ്ക്വയറിന്റെ ഏരിയ പരപ്പളവ് എത്ര എന്നുള്ളതാണ്. ഒന്നുകൂടെ പറയാം. 5 സെന്റിമീറ്റർ ആരമുള്ള രണ്ട് വൃത്തങ്ങൾ ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുന്നു. ഈ രണ്ട് വൃത്തങ്ങളെയും തൊട്ടുകൊണ്ട് ഒരു വര, ഒരു തൊടുവര, ഇവിടെ ടാൻജന്റ് ലൈൻ എന്ന് ഇംഗ്ലീഷ് പറയും, ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിനിടയിൽ വരുന്ന, ഇൻസ്ക്രൈബ് ചെയ്ത് വരുന്ന ഒരു സ്ക്വയർ ഉണ്ട്. ഈ സ്ക്വയറിന്റെ ഏരിയ, ഈ സമചതുരത്തിന്റെ പരപ്പളവ് എത്ര എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്യാം, നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തു. കുറച്ചു പേർക്ക് അത് കിട്ടിയിട്ടുണ്ടാവും, കുറച്ചു പേർക്ക് ചില കാര്യങ്ങളിൽ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ചെയ്യാൻ കഴിയും നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കിട്ടിയ ഐഡിയ എന്തൊക്കെയാണ്? റേഡിയസ് ഈക്വൽ ആയിട്ടുള്ള രണ്ട് സർക്കിളുകളാണ്, ആരങ്ങൾ തുല്യമായ രണ്ട് വൃത്തങ്ങളാണ്. അവ ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ രണ്ട് സർക്കിളിന് കോമൺ ആയിട്ടുള്ള ഒരു ടാൻജന്റ് ലൈൻ, ഒരു തൊടുവര ഇവിടെയുണ്ട്. അപ്പൊ അതിനിടയിൽ വരുന്നത് ഒരു സ്ക്വയർ ആണെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ ഇതിന്റെ ടോട്ടൽ ഏരിയ എത്രയാണ്? നമുക്ക് തന്നിരിക്കുന്നത് ഇവിടുന്ന് ഇവിടത്തേക്ക് 5 ആണ്. അതുകൊണ്ട് ഇവിടുന്ന് ഇവിടത്തേക്കും എത്രയായിരിക്കും? ഈ ലൈനിലേക്ക് വരുന്നത് എത്രയായിരിക്കും? 5 തന്നെ ആയിരിക്കും ഇവിടത്തേക്ക് വരിക. പിന്നെ ഇവിടുന്ന് ഇവിടത്തേക്ക് വരുന്നത് എത്രയായിരിക്കും? 5 തന്നെ ആയിരിക്കും. അപ്പൊ ഒരേ റേഡിയസ് ഉള്ള രണ്ട് സർക്കിളുകൾ തമ്മിൽ ഒരു സ്ഥലത്ത് മുട്ടുന്നുണ്ടെങ്കിൽ അവ തമ്മിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അത് ഏതിലേക്കൂടെയാ പോവുക? സെന്ററിലേക്കൂടെയാ പോവുക. രണ്ട് സർക്കിൾ ടച്ച് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ വരക്കുമ്പോൾ അത് രണ്ടും സെന്ററിലേക്കൂടെ തന്നെ മുട്ടിയിട്ട് പോകും. ഓക്കെ, അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പൊ ഞാൻ ഈ 5 സെന്റിമീറ്ററിന് ഞാൻ എന്ത് ചെയ്യുന്നു? തൂത്ത് കളയുന്നു, ഒഴിവാക്കുന്നു. നമുക്ക് ആ 5ന് പകരം നമുക്ക് എപ്പോഴത്തെ മതി? ഇവിടത്തെ മതി. ഇവിടത്തെ 5 എടുക്കാനുള്ള കാരണം എന്താ? നമ്മളുടെ സ്ക്വയറിന്റെ സൈഡാണ് നമ്മൾക്ക് കിട്ടേണ്ടത്. അതിന്റെ ഏരിയ കിട്ടാൻ, ഇതിന്റെ ഈ പരപ്പളവ് കിട്ടാൻ ഇതിന്റെ ഒരു സൈഡിന്റെ നീളമാണ് കിട്ടേണ്ടത്. അപ്പോൾ ഈ 5നെ ഇങ്ങോട്ട് വരക്കുമ്പോ നമുക്ക് എന്തായി? നമ്മളുടെ ലൈനുമായിട്ട് ബന്ധപ്പെട്ടിട്ടായി. ഓക്കെ, നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. റേഡിയസ്, അവിടെ ഇപ്പോൾ ഒരു ടാൻജന്റ് വരക്കുമ്പോഴുള്ള പ്രത്യേകതകൾ, ഇത് 90 ഡിഗ്രി വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ, ഇനി എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടുന്ന് ഇതൊരു ടാൻജന്റ് ലൈനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു സ്പർശ അല്ലെ തൊടുവരയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് കോമൺ ആയിട്ടുള്ള തൊടുവരയാണ്. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവും. ഈ ഒരു മുട്ടുന്ന പോയിന്റ് റേഡിയസ് നമ്മൾ ഇങ്ങോട്ട് വരക്കുമ്പോൾ ഇത് പെർപെൻഡിക്കുലർ ആയിട്ട് വരും. എന്താണ് പ്രത്യേകത? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു സർക്കിളില്, അതായത് ഒരു ടാൻജന്റ് ആയിട്ട് നമ്മൾ വരക്കുമ്പോൾ ഇവിടെ ടച്ച് ചെയ്യുന്നൊരു പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റും സെന്ററും തമ്മിലുണ്ട് വരുന്ന റേഡിയസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഈ റേഡിയസും ആ റേഡിയസിൽ ടച്ച് ചെയ്യുന്ന ടാൻജന്റും മേക്ക് ആൻ ആംഗിൾ 90 ഡിഗ്രി. അവ തമ്മിൽ 90 ഡിഗ്രി ഉണ്ടാക്കും എന്നുള്ള പ്രോപ്പർട്ടി നമ്മൾക്ക് അറിയുന്നതാണ്. അതുകൊണ്ട് ഇത് റേഡിയസ് ആണ്, ഇത് ഈ ടാൻജന്റ് മുട്ടുന്ന പോയിന്റ് ആണ് ഇത്. അപ്പൊ ഇത് എത്ര ഡിഗ്രിയാണ്? ഇത് 90 ഡിഗ്രിയാണ് ഇവിടെ വരിക. അതേപോലെ ഇവിടുന്ന് നമ്മൾ നേരെ താഴോട്ടും നമ്മൾ വരക്കുകയാണ് എങ്കിൽ, ഈ ടച്ച് ലൈനിലേക്ക് വരക്കുകയാണെങ്കിൽ ഇതും എത്ര വരും? 90 ഡിഗ്രി വരും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നോക്കൂ, ഇതും 90 ഡിഗ്രി ആയിട്ട് വന്നു. നോക്ക്, ഇതും 90 ഡിഗ്രി ആയിട്ട് വരും. കാരണം ഇതിന് പാരലാണ് ഇത് വരിക, ഇതിന് പാരലാണ് ഇത് വരിക. ഓക്കെ, അപ്പൊ ഇത് 90 ഡിഗ്രി പാരലാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതും നമുക്ക് എന്ത് കിട്ടും? 90 ഡിഗ്രി എന്ന് കിട്ടും. ചുരുക്കി പറഞ്ഞാല് നമുക്ക് പറയാൻ പറ്റും, ഇവിടെ കിട്ടിയത് ഒരു റെക്ടാങ്കിള്, ഒരു ചതുരമാണെന്ന് നമുക്ക് ഇവിടെ പറയാൻ കഴിയും. ഓക്കെ, ഇനി നമ്മൾക്ക് നോക്കുന്നത് ഇതിന്റെ സൈഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നമ്മൾക്ക് ഇതിന്റെ സൈഡ് ഞാൻ എ എന്ന് എടുക്കുന്നു. ഏതിന്റെ സൈഡ്? ഈ സ്ക്വയറിന്റെ സൈഡ് എ എന്ന് എടുത്തു കഴിഞ്ഞാല്
ഇവിടുന്ന് ഇവിടത്തേക്കുള്ള നീളം നമുക്ക് കിട്ടും എ എന്ന് കിട്ടും. ഓക്കെ, ഇവിടുന്ന് ഇവിടത്തേക്കുള്ള നീളം നമുക്ക് എ എന്ന് കിട്ടും. ഇനി നമ്മൾക്ക് വേണ്ടുന്ന കാര്യം ഇവിടുന്ന് ഇവിടത്തേക്കുള്ള നീളം ബി എന്നാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള നീളവും എത്ര വരും? ബി വരും. ഓക്കെ, നിങ്ങൾ കാണുന്നതിന് കുറച്ച് വലുതായിട്ട് ഞാൻ എഴുതി വെക്കാം. ഇത് ബി, ഇത് ബി, ഈ സൈഡ് എ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ടോട്ടൽ ലെങ്ത് നമുക്ക് 5ഉം 5ഉം 10 ആണ്. അപ്പോൾ നമ്മൾക്ക് എഴുതാൻ പറ്റും, നോക്കൂ, ബി പ്ലസ് എ പ്ലസ് ബി ഈക്വൽ ടു 5 + 5 ഈക്വൽ ടു 10. മറ്റൊരു തരത്തിൽ ഞാൻ ഒന്നായി സിംപ്ലിഫൈ ചെയ്താൽ 2b + a ഈക്വൽ ടു 10 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾക്ക് അവിടെ കിട്ടും. 2b + a ഈക്വൽ ടു 10 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ ഇവിടെ നോക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, നോക്കൂ, ഇവിടുന്ന് ഇവിടത്തേക്ക് എ ആണ്, ഇവിടുന്ന് ഇവിടത്തേക്ക് എ ആണ്. അപ്പൊ അതിന് കണക്കായിട്ട് ഇവിടെയും ഈ ദൂരവും നമുക്ക് എത്ര എടുക്കാം? എ ആയിട്ട് എടുക്കാം. ഇവിടുന്ന് ഇവിടത്തേക്ക് എ ആയതുകൊണ്ട് ഇവിടുന്ന് ഇവിടത്തേക്കും എ. അപ്പൊ ഇവിടുന്ന് ഇവിടത്തേക്ക് വരുന്നത് 5 ആണ്, കാരണം അത് റേഡിയസ് ആണ്. അപ്പൊ ആ റേഡിയസിൽ ഇവിടുന്ന് ഇവിടത്തേക്ക് വരുന്നത് നമ്മൾ എ എന്ന് എടുത്തു കഴിഞ്ഞാല് ഇവിടെ നിന്ന് ഇവിടത്തേക്ക് വരുന്ന നീളം നമുക്ക് കിട്ടും 5 - a. ഈ നീളം കിട്ടും നമുക്ക് 5 - a എന്ന് പറയുന്ന നീളം നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് നോക്കൂ, ഇതാ ഇത് 5 - a ആയി. നോക്ക്, ഇവിടുന്ന് ഇവിടത്തേക്കുള്ള നീളം നമുക്ക് ബി, ഈ ബി ആയതുകൊണ്ട് ഇവിടുന്ന് ഇവിടത്തേക്കുള്ള നീളം നമുക്ക് ബി എന്ന് കിട്ടി. ഓക്കെ, ബി എന്ന് കിട്ടി. ഇവിടുന്ന് ഇവിടത്തേക്ക് വരുന്ന നീളം നമുക്ക് 5 എന്ന് കിട്ടും. കാരണം എന്താ? ഇത് റേഡിയസ് ആണ്, റേഡിയസ് ആയതുകൊണ്ട് ഇത് 5 കിട്ടും. അപ്പോ ഇവിടുന്ന് നമ്മൾക്ക് ഇവിടെ ഒരു 90 ഡിഗ്രി ഉള്ള, ഇത് 90 ഡിഗ്രി വരേണ്ട കാരണം എന്താ? ഇത് താഴെ 90 ഡിഗ്രിയാണ് ഉള്ളത്. അപ്പൊ ഇതിന് കറക്റ്റ് ആയിട്ടാണ്, ഇത് ഒരേ ഹൈറ്റിലാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ ലൈൻ വരച്ചത്. അതുകൊണ്ട് ഇത് 90 ആയതുകൊണ്ട് ഇതും എത്രയായിരിക്കും? 90 ഡിഗ്രി തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്താ? ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ കിട്ടും. നോക്കണേ, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ കിട്ടും. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഞാൻ ഇങ്ങനെ തന്നെ വരക്ക് വെക്കാം. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടും. അതിന്റെ സൈഡ്സ് എന്തൊക്കെയാ വരിക? അതിന്റെ സൈഡ്സ് നമുക്ക് കിട്ടുന്നത്, ഒന്ന് കിട്ടുന്നത് ബി ആണ്, ഒന്ന് കിട്ടുന്നത് 5 - a ആണ്, ഒന്ന് കിട്ടുന്നത് 5 ആണ്. ഈ 5 എന്ന് പറയുന്നത് അതിന്റെ ഹൈപ്പോട്ന്യൂസ് ആണ്, ഹൈപ്പോട്ന്യൂസ്. ഓക്കെ, ഇനി ഈ എഴുതിയതിന്റെ ഒക്കെ മലയാളം എഴുതിയാല് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാല് മട്ടത്രികോണം എന്നാണ് അർത്ഥം. സൈഡ്സ് എന്ന് പറഞ്ഞാല് വശങ്ങൾ എന്നാണ് അർത്ഥം. ഹൈപ്പോട്ന്യൂസ് എന്ന് പറഞ്ഞാല് കർണം എന്നാണ് മലയാളത്തിൽ പറയുക. ഓക്കെ, അപ്പൊ ഈ 3 സൈഡുകൾ ഇത് ഹൈപ്പോട്ന്യൂസ് ആയതുകൊണ്ട് നമ്മൾക്ക് അറിയാം, ഒരു ട്രയാങ്കിളില്, നമ്മൾ ഇങ്ങനെ വരുന്ന ഒരു ട്രയാങ്കിളില് ഇത് ബേസ്, ഇത് ഓൾട്ടിറ്റ്യൂഡ്, ഇത് ഹൈപ്പോട്ന്യൂസ്, അതായത് ഇത് മലയാളത്തിൽ പറഞ്ഞ പാദം, ഇത് അതിന്റെ ഉന്നതി അല്ലെങ്കിൽ ഉയരം അല്ലെങ്കിൽ ലംബം, ലംബം ഇതിനെ കർണം എന്ന് വിളിച്ചാല് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പൈതഗോറസ് തിയറം പ്രകാരം ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റും ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ. പാദത്തിന്റെ വർഗവും ലംബത്തിന്റെ വർഗവും കൂട്ടിച്ചേർന്നാല് കർണത്തിന്റെ വർഗം കിട്ടും. അത് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ട് എഴുതിയാല് നമുക്ക് കിട്ടും ബി സ്ക്വയർ പ്ലസ് 5 - a ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 5 സ്ക്വയർ. ബി എന്ന് പറഞ്ഞത് ദ ബേസ് ആണ്. നോക്ക്, ഈ ബേസ് ആണ് ബി, ഇത് 5 - a ആണ്, ഇത് ഹൈപ്പോട്ന്യൂസ് 5 സിൻസ് റേഡിയസ് ഈസ് 5. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടും. ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്താല് നമുക്ക് കിട്ടും ബി സ്ക്വയർ പ്ലസ് ഇത് a - bന്റെ എക്സ്പാൻഷൻ ഉപയോഗിച്ചിട്ട് a - b ഹോൾ സ്ക്വയർ, ആ എക്സ്പാൻഷൻ നമ്മൾ പഠിച്ച പ്രകാരം നമുക്ക് കിട്ടും 5 സ്ക്വയർ പ്ലസ് a സ്ക്വയർ മൈനസ് 2 × 5 × a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab എന്ന് പറയുന്ന ഫോർമുലയാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചത്. ഈക്വൽ ടു 5 സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടും 25. അപ്പോ ഇനി ഇതിനെ എഴുതിയാല്, ഒന്നുകൂടെ എഴുതിയാല് ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ്
2 5 -10a പ്ലസ് 25 5 സ്ക്വയർ ഈക്വൽ ടു 25 ഈക്വൽ ടു 25. ഞാൻ കൺഫ്യൂഷൻ ആക്കുന്നില്ല. നോക്കൂ, ബി സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ, 5 സ്ക്വയർ ഈക്വൽ ടു 25, എ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ, -2 × 5 10, 10 × a 10a. ഓക്കെ, അപ്പൊ ഇത് മാതിരി നമ്മൾക്ക് കിട്ടി. ഇവിടെ നമുക്ക് നോക്കൂ, ഇവിടെയും 25 ഉണ്ട്, ഇവിടെയും 25 ഉണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ എഴുതാം, ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ -10a ഈക്വൽ ടു 25 -25, അതായത് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ആര്? ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ -10a ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ -10a ഈക്വൽ ടു 0 കിട്ടി. അതില് നമ്മൾക്ക് ഇവിടെ വരുന്നത് മറ്റൊരു ഇക്വേഷൻ നമ്മൾക്ക് ഇവിടെ ഉണ്ട്. 2b പ്ലസ് എ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ ഉണ്ട്. 2b പ്ലസ് എ ഈക്വൽ ടു 10 ഇക്വേഷന് നമ്മൾ ബി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ബി നമുക്ക് എങ്ങനെ എഴുതാം? നോക്ക്, 2b ഈക്വൽ ടു 10 മൈനസ് എ എന്ന് എഴുതാം. 2b ഈക്വൽ ടു 10 എന്ന് എ കുറയ്ക്കുന്നതാണ് കിട്ടുക. അപ്പൊ ബി നമുക്ക് എന്ത് കിട്ടും? ബി ഈക്വൽ ടു നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ആ 10 മൈനസ് എ ഡിവൈഡഡ് ബൈ 2, അതായത് 10 മൈനസ് എ ഓൾ ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് നമുക്ക് എന്ത് കിട്ടും? ബി എന്ന് കിട്ടും. ശ്രദ്ധിക്ക, ഇത് ബി ആണ്. ഇവിടെ ബി സ്ക്വയറിൽ നമുക്ക് എഴുതാലോ. ബി സ്ക്വയർ ഈക്വൽ ടു ഇതിൽ നിന്ന് എന്ത് എഴുതാം? ബി സ്ക്വയർ ഈക്വൽ ടു ഇത് രണ്ടും എന്ത് ചെയ്താൽ മതി? അപ്പുറത്തേക്ക് നമ്മൾ കൊണ്ടുപോയാൽ മതി. അല്ലെങ്കിൽ ഈ ബിക്ക് പകരം എന്ത് ചെയ്താൽ മതി? 10 മൈനസ് എ ബൈ 2 ഹോൾ സ്ക്വയർ കൊടുത്താലും മതി. അപ്പൊ ഈ ബി സ്ക്വയർ എഴുതാനും കുറച്ചും കൂടെ കാൽക്കുലേഷൻ എളുപ്പം. അപ്പൊ ഇത് രണ്ടും അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? അത് നമുക്ക് 10a മൈനസ് എ സ്ക്വയർ എന്ന് കിട്ടും. അതായത് -10 ഇപ്പുറത്തേക്ക് സൈഡിലേക്ക് മാറ്റിയാൽ 10a ആയി, എ സ്ക്വയർ അപ്പുറത്തേക്ക് പോയാൽ -a സ്ക്വയർ ആയി. അപ്പൊ ബി സ്ക്വയർ ഈക്വൽ ടു 10a മൈനസ് എ സ്ക്വയർ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് നമുക്ക് കിട്ടി. ഇവിടെ ബി ഈക്വൽ ടു 10 മൈനസ് എ ബൈ 2 എന്ന് കിട്ടി. ഈ വാല്യൂ ബി ഈക്വൽ ടു 10 മൈനസ് എ ബൈ 2 എന്ന വാല്യൂ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമ്മൾക്ക് എന്ത് കിട്ടും നോക്കിക്കോ. അത് ഞാൻ ഇവിടെ എഴുതാം. എന്ത് കിട്ടുക? ഈ ബിക്ക് പകരം എഴുതിയാല് ഇതാ ഇവിടുത്തെ താഴെ ആയത്ത് ഞാൻ എഴുതാം. 10 മൈനസ് എ ഹോൾ ഡിവൈഡഡ് ബൈ 2 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 10a മൈനസ് എ സ്ക്വയർ. 10 മൈനസ് എ ബൈ 2, അതായത് ബി സ്ക്വയർ എഴുതി 10a മൈനസ് എ സ്ക്വയർ. ഡൗട്ട് ഒന്നും ഉണ്ടാവില്ല എന്ന് കരുതുന്നു. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് 10 മൈനസ് എ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ 2 സ്ക്വയർ ഈക്വൽ ടു നമുക്ക് കിട്ടും 10a മൈനസ് എ സ്ക്വയർ. 10a മൈനസ്, അതായത് ഈ എ ബൈ ബി ഹോൾ സ്ക്വയർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എക്സ് ബൈ വൈ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാല് എക്സ് സ്ക്വയർ ബൈ വൈ സ്ക്വയർ ആണ്. ആ ഐഡിയ ആണ് നമ്മളിപ്പോ ഇവിടെ ഉപയോഗിച്ചത്. ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ മീൻസ് ന്യൂമറേറ്ററിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ. ഓക്കെ, അപ്പൊ 10 മൈനസ് എ ബൈ 2 എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് എക്സ്പാൻഡ് ചെയ്താല് നമുക്ക് കിട്ടും 10 സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 10 ഇൻറ്റു എ 2 ഇൻറ്റു 10 ഇൻറ്റു എ ഓക്കെ ബൈ 4 2 സ്ക്വയർ 4 ഈക്വൽ ടു 10a മൈനസ് എ സ്ക്വയർ. ഓക്കെ, ഇനി 4 നമുക്ക് അങ്ങോട്ട് വലിച്ചാൽ നമുക്ക് കിട്ടും 10 സ്ക്വയർ ഞാൻ എഴുതുകയാണ് 100 പ്ലസ് എ സ്ക്വയർ 100 പ്ലസ് എ സ്ക്വയർ 2 ഇൻറ്റു 10 ഇൻറ്റു എ മൈനസ് 20a ഈക്വൽ ടു 4 ഞാൻ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് 4 ഇൻറ്റു 10a മൈനസ് എ സ്ക്വയർ 10a മൈനസ് എ സ്ക്വയർ. അപ്പൊ നമ്മൾക്ക് കിട്ടുന്ന എക്സ്പാൻഷൻ നോക്ക് 100 പ്ലസ് എ സ്ക്വയർ മൈനസ് 20a ഈക്വൽ ടു 4 ഇൻറ്റു 10a 40a 4 ഇൻറ്റു എ സ്ക്വയർ 4a സ്ക്വയർ. ഇവിടെ മൈനസ് ആയതുകൊണ്ട് 4 ഇൻറ്റു, അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് a ഇൻറ്റു ബി പ്ലസ് സി ഈക്വൽ ടു, അല്ലെങ്കിൽ a ഇൻറ്റു ബി മൈനസ് സി ഈക്വൽ ടു a ഇൻറ്റു ബി മൈനസ് a ഇൻറ്റു സി. ഈ ഐഡിയ ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതിനെ രണ്ടിനെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്.
ഓക്കെ, ഇനി നമ്മൾക്ക് ഇവിടെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യം, ഇവിടെ -4a² ഉണ്ട്, ഇവിടെ a² ഉണ്ട്, -20a ഉണ്ട്, ഇവിടെ 40a ഉണ്ട്. അപ്പൊ അതിനെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റുകയാണ്. അപ്പൊ നമുക്ക് കിട്ടും 100 പ്ലസ് a² മൈനസ് 20a മൈനസ് 40a പ്ലസ് 4a² ഈക്വൽ ടു 0. അതായത് ഈ സൈഡിലത്തെ ഇതിനെ -4, ഇവിടെ 40a സബ്ട്രാക്ട് ചെയ്തു, അപ്പൊ ഇപ്പുറത്തും 40a സബ്ട്രാക്ട് ചെയ്തു, ഇപ്പുറം +4a² ആഡ് ചെയ്തു, അതുകൊണ്ട് ഇപ്പുറം +4a² ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ മതി. ഇവിടെ 4a², ഇവിടെ a², അപ്പൊ ഇത് രണ്ടും ആഡ് ചെയ്താൽ നമുക്ക് കിട്ടും 5a². പിന്നെ -20a -40a നമുക്ക് കിട്ടും -60a. -20 -40 -60a പ്ലസ് 100 ഈക്വൽ ടു 0. അപ്പൊ നോക്ക്, ഇവിടെ എല്ലാ സ്ഥലത്തും 5 കോമൺ ആയിട്ടുണ്ട്. അപ്പൊ എല്ലാത്തിനെയും നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താല് നമുക്ക് കിട്ടുന്നത് എന്താണ്? ഇതിനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിനെ ഇങ്ങോട്ട് ചെയ്യാണ്. 5/5 നമുക്ക് കട്ട് ചെയ്യാം, 1 ആണ്. 60നെ 5 കൊണ്ട് കട്ട് ചെയ്യുക, 12 ആണ്. 100നെ 5 കൊണ്ട് കട്ട് ചെയ്യുക, 20 ആണ്. അപ്പൊ നമ്മൾക്ക് കിട്ടുന്നത് 1a², അതായത് a² മൈനസ് 12a പ്ലസ് 20 ഈക്വൽ ടു 0. നോക്ക്, 1a² a² ഞാൻ എഴുതി, -12a ഓക്കെ പ്ലസ് 20 ഉണ്ട് ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് 0/0 അല്ല, ഇത് 0/5 ആണ്. ഓക്കെ, 0/5 ഈക്വൽ ടു 0. ഇനി ഇതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്താൽ നമ്മൾക്ക് കിട്ടുന്നത് എന്താണ്? a-10 ഇൻറ്റു a-2 ഈക്വൽ ടു 0. അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, x - a ഇൻറ്റു x - b ഈക്വൽ ടു x² മൈനസ് ഓഫ് a പ്ലസ് b ഇൻറ്റു x പ്ലസ് ab. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഈ മോഡലിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതിനനുസരിച്ച് നോക്ക്, -10 ഇൻറ്റു -2 പ്ലസ് 20, -10ഉം -2 കൂട്ടിയാല് -12 -12 കിട്ടും. അപ്പൊ രണ്ടെണ്ണം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഫണ്ടമെന്റൽ തിയറി ഓഫ് മാത്തമാറ്റിക്സിൽ നമുക്ക് എഴുതാൻ പറ്റും. a ഇൻറ്റു അല്ലെങ്കിൽ x ഇൻറ്റു y ഈക്വൽ ടു 0 ആണെങ്കിൽ either x ഈക്വൽ ടു 0 or y ഈക്വൽ ടു 0 or both x and y are 0 എന്നുള്ള പ്രോപ്പർട്ടി. ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും മിനിമം 0 ആയിരിക്കണം. അപ്പോൾ a-10 ഇൻറ്റു a-2 ഈക്വൽ ടു 0 വരുമ്പോ either ഒന്നുകിൽ a-10 0 ആവണം, അല്ലെങ്കിൽ a-2 എങ്കിലും 0 ആവണം. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് a-10 0 ആയാൽ വി ഗെറ്റ് a ഈക്വൽ ടു 10. കാരണം എന്താ? 10 - 10 0 ആണ്. a-2 0 ആണെങ്കിൽ നമുക്ക് കിട്ടും a ഈക്വൽ ടു 2. 2 - 2 0 ആണ്. അപ്പൊ a ഈക്വൽ ടു 10ഉം a ഈക്വൽ ടു 2 കിട്ടും. a എന്ന് പറഞ്ഞത് എന്താണ്? നമ്മുടെ സൈഡ് ഓഫ് എ സ്ക്വയർ ആണ് നമ്മൾ a ആയിട്ട് എടുത്തത്. ആ a 10 ആയിട്ട് വരുമോ നോക്കിയാൽ, ഇവിടുന്ന് ഇവിടത്തേക്കാണ് ടോട്ടൽ 10. അപ്പൊ ഇത് മാത്രം 10 ആവുമോ? ഇല്ല. അപ്പൊ ഈ വാല്യൂ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. പിന്നെ ഏത് വാല്യൂ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക? a ഈക്വൽ ടു 2. അപ്പൊ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള വാല്യൂ എത്ര വരും? 2. അപ്പൊ സൈഡ് ഓഫ് എ സ്ക്വയർ നമുക്ക് ധൈര്യത്തിൽ എഴുതാം. സൈഡ് ഓഫ് എ സ്ക്വയർ നമുക്ക് എഴുതാം എത്ര? ഈക്വൽ ടു 2. അപ്പൊ അതിന്റെ ഏരിയ, സ്ക്വയറിന്റെ ഏരിയ ഇത് കാണുന്നുണ്ടാവും അല്ലെ? സ്ക്വയർ ഓഫ് ദി ഏരിയ നമുക്ക് കിട്ടും സൈഡ് ഇൻറ്റു സൈഡ് ആണ്. സൈഡ് ഇൻറ്റു സൈഡ്. അപ്പൊ നമുക്ക് കിട്ടും 2 ഇൻറ്റു 2 ഈക്വൽ ടു 4. ആ 4 എന്ന് പറയുന്നത് എന്ത് യൂണിറ്റ് ആണെങ്കിൽ, സെന്റിമീറ്ററിലാണെങ്കിൽ സ്ക്വയർ സെന്റിമീറ്റർ, മീറ്ററിലാണെങ്കിൽ സ്ക്വയർ മീറ്റർ, ഏതിനനുസരിച്ചിട്ടാണ്. ഇവിടെ സെന്റിമീറ്റർ ആയതുകൊണ്ട് നമുക്ക് എഴുതാം 4 സ്ക്വയർ സെന്റിമീറ്റർ. അത് അതിന്റെ ആൻസർ വരിക. പ്രിയപ്പെട്ട കുട്ടികളെ, ഒരുപാട് ജോമെട്രിക്കൽ ഐഡിയാസ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ കാര്യങ്ങളൊക്കെ, ആ ഐഡിയകളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി, അതുമാതിരി നമ്മളുടെ ഐഡന്റിറ്റീസിന്റെ ഫോർമുല a-b² എക്സ്പാൻഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ഫാക്ടറൈസേഷൻ
നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. ടാൻജന്റിന്റെ പ്രോപ്പർട്ടി, റെക്ടാങ്കിളിന്റെ പ്രോപ്പർട്ടി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിച്ച പ്രോബ്ലം ഇഷ്ടമായ കാണിക്കരുത്, സ്വന്തമായി ചെയ്ത് നോക്കുക. ഓക്കെ, മിടുക്കരാവുക. നമുക്ക് വീണ്ടും കാണാം. ബൈ.